അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ബനാന ചിപ്സ് റെഡിയാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചിപ്സ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് വീട്ടിൽ റെഡിയാക്കാം. അപ്പോൾ ചിപ്സിനൊക്കെ ഭയങ്കര റേറ്റ്. നമ്മൾ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണൻ്റെ ആണോ വേണ്ടത്, ഓയിലിൻ്റെ ആണോ വേണ്ടതെന്ന് വെച്ചിട്ട് നമുക്ക് ഭയങ്കര റേറ്റാണല്ലോ. വെളിച്ചെണ്ണ ആണെന്ന് പറഞ്ഞാൽ റേറ്റ് കൂടും. അപ്പോൾ ഇപ്പോൾ ഈ ബനാനക്കൊക്കെ വില കുറവ്, കിലോ 25 രൂപ 30 രൂപ ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ബനാനൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് വേണ്ട ചിപ്സ് നമുക്ക് വീട്ടിൽ നിന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇട്ടത്. അതുപോലെ നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം ഈ ബനാന ഒന്ന് തൊലിച്ചെടുക്കട്ടെ. ഞാൻ ബനാന തൊലിച്ചെടുത്തിട്ട് ഈ വെള്ളത്തിൽ ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനും പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ തൊലിച്ചിട്ട് ഇട്ട് വെക്കണത്. പിന്നെ ഞാൻ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കളറ് കിട്ടുകയും ചെയ്തോളും, വിഷാംശങ്ങളൊക്കെ ഉണ്ടെന്ന് പോവുകയും ചെയ്തോളും. അപ്പോൾ അത് 10 മിനിറ്റ് അതിൽ വെച്ചതിന് ശേഷം നമ്മളിതുപോലെ നല്ല കഴുകിയിട്ട് പിന്നെ എടുത്ത് വെക്കുക, ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബനാന നോക്കിയപ്പോൾ കിട്ടിയപ്പോൾ അതുകൂടി അതിലേക്ക് ഇട്ട് വെച്ചതാണ്. ഇങ്ങോട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നമുക്ക് എന്താ വെളിച്ചെണ്ണയാണോ ഓയിലാണോ വറുക്കണമെന്ന് വെച്ചാൽ ഏതാ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങോട്ട് ഇതുപോലത്തെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞ ഇതുപോലത്തെ കട്ടറുണ്ടല്ലോ, അതിൽ ഈ വെച്ചിട്ട് നല്ല അങ്ങനെ അരിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോരോ കായ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടിൽ തന്നെ നിൽക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഫ്ലെയിമിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇങ്ങോട്ട് ഇതിലിട്ടിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് ശേഷം ഇതുപോലെ കോരി എടുത്താൽ മതി. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇത് എത്ര പണിയുള്ളൂ നമുക്ക് ബനാന ചിപ്സ് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ ഞാൻ എല്ലാ പിന്നെ കായും പച്ചക്കായും ഞാൻ പിന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൽ പിന്നെ കുറച്ച് മൂപ്പ് കുറവായതും കുറച്ച് പഴുത്ത് വരുന്നതൊക്കെ പല കായകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് പിന്നെ കുറച്ചൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ വെള്ള കളറൊക്കെ കാണുന്നത് മൂപ്പ് കുറവുള്ള ചിപ്സാണിത്. നല്ല മൂത്തത് മാത്രം നമ്മൾ വാങ്ങിയാൽ, ഞാൻ വാങ്ങിയതല്ലേ, എനിക്ക് കാക്ക വെറുതെ തന്നതാണ്. അപ്പോൾ ഞാനതുകൊണ്ട് കുട്ടികൾക്ക് ചിപ്സ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ഇങ്ങനെ പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ചിപ്സ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള. അപ്പോൾ ഇത് പഴുത്തതാണ്. പിന്നെ ഈ കുറച്ചൊരു കറുപ്പ് കളറായിട്ട് അത് കുറച്ചൊരു പഴുപ്പ് വന്ന ചനിച്ചൊരു പഴം ഉണ്ടായിരുന്നു, അതിനാണ്. അപ്പോൾ ഇതിൻ്റെ ക്രിസ്പി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. എന്താ നല്ല ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടുള്ള ബെല്ലേക്കും കാണാം. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.